പ്രശസ്ത ഹാസ്യനടൻ ബോബ് ന്യൂഹാർട്ട് അന്തരിച്ചു. 94 വയസ്സായിരുന്നു. ലോസ് ആഞ്ചൽസിലെ വസതിയിലായിരുന്നു അന്ത്യം. TV സീരീസായ ദി ബോബ് ന്യൂഹാർട്ട് ഷോയിലൂടെയാണ് അദ്ദേഹം കലാലോകത്ത് ശ്രദ്ധ നേടിയത്. അടുത്തിടെ പുറത്തിറങ്ങിയ ക്ലാസിക് ചിത്രമായ എൽഫ്, ദി ബിഗ് ബാങ് തിയറി എന്നിവയിലും ബോബ് ന്യൂഹാർട്ട് അഭിനയിച്ചു. US-ൽ അധികാരത്തിലിരിക്കുന്ന ആരുമായും സഹകരിക്കാൻ തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി. ലണ്ടനിൽ പ്രമുഖ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. യൂറോപ്യൻ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് സെലൻസ്കി UK-യിലെത്തിയത്. യൂറോപ്യൻ യൂണിയനിലെ 27 അംഗങ്ങളും അംഗങ്ങളല്ലാത്ത 20 രാജ്യങ്ങളും ഉൾപ്പെടുന്നതാണ് യൂറോപ്യൻ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി. അമേരിക്കൻ പ്രസിഡന്റായി തിരിച്ചെത്താനുള്ള ജോ ബൈഡന്റെ പ്രചാരണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് മുൻ US പ്രസിഡന്റ് ബരാക് ഒബാമ. ബൈഡന്റെ വിജയസാധ്യത വളരെ കുറഞ്ഞുവെന്ന് ഒബാമ സഖ്യകക്ഷികളോട് പറഞ്ഞു. തന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ സാധ്യതയെക്കുറിച്ച് ബൈഡൻ ഗൗരവമായി പരിഗണിക്കണം. ബൈഡനെ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കൾ ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് ബരാക് ഒബാമ രംഗത്തെത്തുന്നത്. ഉത്തര കൊറിയൻ ഭരണത്തലവൻ കിം ജോങ് ഉൻ റഷ്യൻ പ്രതിരോധ ഉപമന്ത്രി അലക്സി ക്രിവോറുച്കോയുമായി കൂടിക്കാഴ്ച നടത്തി. റഷ്യൻ പ്രതിരോധ ഉപമന്ത്രിയുടെ ഉത്തര കൊറിയ സന്ദർശനത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ലോക സമാധാനത്തിനും നീതിക്കും വേണ്ടി കൂടുതൽ സഹകരണം ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കിം ജോങ് ഉന്നിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആശംസകളും റഷ്യൻ പ്രതിരോധ ഉപമന്ത്രി അറിയിച്ചു. ഫ്രാൻസിലെ തെക്കൻ നഗരമായ നൈസിലുണ്ടായ തീപിടുത്തത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 3 കുട്ടികളും ഉൾപ്പെടുന്നു. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്തുന്നതിനായുള്ള അന്വേഷണം നടന്നുവരികയാണെന്ന് ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി ജൊറാൾ ഡാർമനിൻ പറഞ്ഞു. അഗ്നിശമന സേനയുടെ വേഗത്തിലുള്ള പ്രതികരണത്തെയും ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി പ്രശംസിച്ചു.